ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ 3x3 റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഈ 3x3 റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ 2 സ്റ്റെപ്പ് പഠിക്കണം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് റൈറ്റ് മൂവ്മെൻ്റ് ആണ്. റൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ല റൈറ്റത്തെ ഭാഗം മുകളിലോട്ട് തിരിക്കുക, എന്നിട്ട് മുകളിലത്തെ ഭാഗം റൈറ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് ഈ റൈറ്റത്തെ ഭാഗം അടിയിക്കാക്കുക. പിന്നെ മുകളിലത്തെ ഭാഗം ഈ പൊസിഷനിൽ തിരിച്ചാൽ റൈറ്റ് മൂവ്മെൻ്റായി. പിന്നെ ലെഫ്റ്റ് മൂവ്മെൻറ്റ് എങ്ങനെയെന്ന് നോക്കാം. ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഇവിടെ അല്ലേ ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് മേലോട്ടാക്കുക, എന്നിട്ട് മേലത്തെ ഭാഗം ലെഫ്റ്റോട്ട് തിരിക്കുക, എന്നിട്ട് ഈ ഭാഗം അടിയിലേക്കാക്കുക. ഇനി ഇത് പഴയ പോലെ ആക്കുക. അങ്ങനെ ലെഫ്റ്റ് മൂവ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്കത് ഷഫിൾ ചെയ്യാം. ഷഫിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഷഫിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മളൊരു ഇഷ്ടമുള്ള കളർ എടുക്കുക. ഞാൻ അവിടെ വൈറ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് എടുക്കുകയാണെങ്കിൽ ബ്ലൂവിൽ നിന്ന് തുടങ്ങണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ബ്ലൂന്ന് തുടങ്ങുകയാണെങ്കിൽ ഗ്രീനിൽ നിന്ന് ഇതാക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ തുടങ്ങുന്നത് വൈറ്റിൽ നിന്നാണ്. വൈറ്റാണ് ആദ്യം ശരിയാക്കുന്നത്. അപ്പോൾ യെല്ലോമ് നമ്മൾ 4 വൈറ്റ് കൊണ്ടുവരണം. ഇതിപ്പോൾ ഓറഞ്ചാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ചുവപ്പുമ്പോൾ 4 ഓറഞ്ച് കൊണ്ടുവരണം. 4 ഓറഞ്ച്. അങ്ങനെ നമ്മൾ വൈറ്റാണ് എടുക്കുന്നത്. വൈറ്റിൻ്റെ ഇങ്ങനെ നോക്കിയാൽ യെല്ലോ ആണ്. യെല്ലോമ്പോൾ 4 വൈറ്റ് കൊണ്ടുവരണം. ഒരു വൈറ്റ് ഇവിടെ ഉണ്ട്, ഇതൊരു വൈറ്റ് ഇതവിടെ. അത് നമുക്കിതാ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഇപ്പോൾ അത് 3 എണ്ണമായി. ഇതെപ്പോഴും ഒന്നുണ്ട്, അത് നമ്മളിങ്ങനെ പൊന്തിച്ച് കൊടുത്താൽ 4 വൈറ്റ് വന്നിട്ടുണ്ട്. ഈ 4 വൈറ്റ് ഒരു കളർ നമ്മൾ എടുക്കാം. വൈറ്റ് വന്ന റെഡ് മാച്ച് ആക്കുക. റെഡ് മാച്ചല്ല. റെഡും മാച്ചായി. ഇത് 2 വട്ടം അടിയിക്കാക്കുക. അങ്ങനെ ഈ 3 വൈറ്റുള്ള കളറും അതേപോലെ ചെയ്യുക. ഗ്രീനാണ്. ഗ്രീനും മാച്ചാക്കുക. ഗ്രീനും മാച്ചാക്കി 2 വട്ടം അടിയിക്കാക്കുക. ഇനി ബ്ലൂ ആണ്. ബ്ലൂവും മാച്ചാക്കുക. ഇനി 2 വട്ടം അടിയിക്കാക്കുക. ഇനി ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് മാച്ചാണ്. 2 വട്ടം അടിയിക്കാക്കുക. അങ്ങനെ അത് വൈറ്റ് വന്നിട്ടുണ്ട്. ഇനി വൈറ്റ് അടിയിൽ പിടിക്കാം. എന്നിട്ട് ഈ ഭാഗം കളർ വരുന്നുണ്ടോ നോക്കാം. ഈ ഭാഗം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ റെഡാണ്. റെഡും മാച്ചാക്കുക. വൈറ്റ് വരുന്നുണ്ട്. അതങ്ങനെ നോക്കുക. ഇത് റെഡും ഇങ്ങനെ മാച്ചാക്കുക. റെഡും മാച്ചാക്കിയിട്ടുണ്ട്. ഇനി വൈറ്റ് നമ്മളെ നേരേക്ക് പിടിക്കുക, റെഡ് നമ്മളെ നേരേക്ക് പിടിക്കുക. അപ്പോൾ ഇവിടെ വൈറ്റ് ലെഫ്റ്റാണ്. അപ്പോൾ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ച് ലെഫ്റ്റ് മുകളിലോട്ട് ഇരിക്കുക, മേലത്തെ ഭാഗം അങ്ങോട്ട് ഇരിക്കുക, ഇത് അടിയിലേക്ക് ആക്കുക, ഇത് പഴയ പോലെ ആക്കുക. അപ്പോൾ ഇവിടുത്തെ വൈറ്റ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി മേലെ ഉണ്ടോ നോക്കാം. വൈറ്റ് അടിയിൽ പിടിക്കണം. അങ്ങനെ വൈറ്റ് ഇല്ല. അപ്പം ഇനി ഇവിടെ വരുന്നുണ്ട്, അടിയിൽ വരുന്നുണ്ടോ നോക്കാം. ഇത് അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് നമ്മൾ നേരക്ക് പിടിക്കുക. എന്നിട്ട് മൂവ്മെൻറ്റ് ചെയ്യുക. വൈറ്റ് റൈറ്റാണ്. അപ്പോൾ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇത് മേലോട്ട് വന്നു. അപ്പോൾ മേലേന്ന് ഇതിനനുസരിച്ചാണ് അവിടെ വൈറ്റ് ഇല്ല. അപ്പോൾ ഇതിനനുസരിച്ച് മൂവ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ അടിയിൽ പിന്നെയും വന്നിട്ടുണ്ട്. മൂവ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് മേലെ ഭാഗത്ത്. അപ്പോൾ അവിടെ റെഡാണ്. റെഡും മാച്ചാക്കുക. റെഡും മാച്ചാക്കിയിട്ടുണ്ട്. വൈറ്റ് ഇവിടെയാണ്. ഇവിടെ ലെഫ്റ്റ് ഭാഗമാണ്, അല്ല റൈറ്റ് ഭാഗമാണ്. അപ്പോൾ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ വൈറ്റ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി അടിയിൽ വരുന്നുണ്ടോ നോക്കാമെന്ന് വെച്ചാൽ
ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് വൈറ്റാണ്. വൈറ്റും മാച്ച് ആക്കുക. വൈറ്റ് അല്ല, സോറി, ഇവിടെ ഓറഞ്ചാണ്. ഓറഞ്ചും മാച്ച് ആക്കുക. ഓറഞ്ച് മാച്ച് ആക്കിയിട്ടുണ്ട്. ഇവിടെ വൈറ്റാണ്. ഓറഞ്ച് നമ്മളെ നേരക്ക് പിടിക്കുക. വൈറ്റ് റൈറ്റ് ഭാഗം, റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗം വരും. അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നൊരു വൈറ്റ് കിട്ടിയിരിക്കണം. അവിടെ ഓറഞ്ചാണ്. ഓറഞ്ച് മാച്ച് ആക്കുക. ഇവിടെയാണ് വൈറ്റ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റാണ്. ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്താൽ ആ വൈറ്റ് അടിയിലേക്ക് വരും. ഈ മൂവ്മെൻറ്റ് പഠിക്കണം കേട്ടോ. പിന്നെ ഫസ്റ്റ് അങ്ങനെ ഒരു കളറ് ശരിയായിട്ടുണ്ട്. ആ കളറ് ശരിയാകുമ്പോൾ ഒരു മൂവ്മെൻറ്റ് തെറ്റിപ്പോയ ഇതേമാതിരി ഇതാവൂല കേട്ടോ. അതങ്ങനെ വേണ്ട, ഇതേമാതിരി വരണം. വൈറ്റ് ശരിയാവുമ്പോൾ അങ്ങനെ. ഇനി സെക്കൻഡ് ലെയർ എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. അതിനത് റെഡ് എടുത്തിട്ടുണ്ട്. അതിന് ഇവിടെ യെല്ലോ അല്ലേ, ഇവിടെ യെല്ലോ വരാത്തതാ. എഡ്ജ് പീസിൽ യെല്ലോ വരാത്ത കളർ എടുക്കാം. എഡ്ജ് പീസിൽ ഇവിടെ യെല്ലോ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നാൽ മതി. ഇവിടെ യെല്ലോ വന്നിക്കണ്. മുകളിൽ യെല്ലോ വന്നാലും ഇത് എടുക്കാൻ പറ്റൂല. പിന്നെ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഓറഞ്ച് ഇങ്ങനെയൊക്കെ ഇക്കാരം വരിക. ഇവിടെ ഓറഞ്ചും ഇങ്ങനെ മാച്ച് ആക്കുക. ഇത് ഓറഞ്ചും മാച്ച് ആക്കി. ഇവിടെ ഏതാ കളറ്? നീല ഇവിടെയാണോ നോക്കുക. അപ്പോൾ അതാ നീല ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുക. പച്ചുള്ള ഭാഗത്തേക്ക് തിരിക്കുക നീല. എന്നിട്ട് നീലുള്ള ഭാഗം മൂവ്മെൻറ്റ് ചെയ്യുക. നീല റൈറ്റാണ്. അപ്പോൾ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ വൈറ്റിന് അടിയിക്കാക്കുക. അവിടെ നീല മാച്ചാണ്. നീല നമ്മളെ നേരക്ക് പിടിക്കുക. വൈറ്റ് ലെഫ്റ്റ് ഭാഗത്താണ്. അപ്പോൾ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് ലെയർ ആയിട്ടുണ്ട്. സെക്കൻഡ് ലെയർ ഒരു പോർഷൻ ആയിട്ടുണ്ട്. ഇത് ഇവിടെ ആക്കണം. മഞ്ഞരാത്തൊരു കളർ എടുത്തു. മാച്ചാണ്. പച്ച മേലെ. പച്ച ഈ ഭാഗമാണോ ഈ ഭാഗമാണ് നോക്കുക. പച്ച ഈ ഭാഗമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുക. പച്ചുള്ളത് ഈ ഭാഗമാണ്. പച്ച റൈറ്റിലാണ്. റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. പിന്നെ പച്ച നമ്മളെ നേരക്ക് പിടിക്കുക. വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് ലെഫ്റ്റാണ്. ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ആ കളറും എഡ്ജ് പീസും ഇവിടേക്ക് വന്നിട്ടുണ്ട്. കണ്ട, ഇവിടെ രണ്ടിടത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടിടത്ത് വരണം. ഇനി ഒന്ന് മണ്ണില്ലാത്ത കിട്ടിയിട്ട്. അപ്പോൾ ചുവപ്പും മാച്ചാണ്. നീലയാണ്. നീല ഈ ഭാഗമാണോ ഈ ഭാഗമാണോ? ഈ ഭാഗമല്ല, ഈ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുക നീലൻ്റെ. എന്നിട്ട് നീല ഇതിൻ്റെ ലെഫ്റ്റാണ്. അപ്പോൾ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നീല നമ്മൾ നേരെ കൂട്ടിക്കുക. റൈറ്റാണ്. റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്തപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ മഞ്ഞില്ലാത്ത കിട്ടിയിരിക്കണം. ഇവിടെയും മഞ്ഞ ഉണ്ടാകാൻ പാടിയ, ഇവിടെയും മഞ്ഞ ഉണ്ടാകാൻ പാടിയ. പച്ചയും മാച്ചാക്കി. മേലെ ഓറഞ്ചാണ്. ഓറഞ്ച് ഈ ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുക. എന്നിട്ട് ഓറഞ്ചുള്ള ഭാഗം റൈറ്റാണ്. അപ്പോൾ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് വൈറ്റ് ഇതോടെ ഓറഞ്ച് മാച്ചാണ്. മാച്ചായ ഇനി നേരക്ക് പിടിക്കുക. വൈറ്റ് ലെഫ്റ്റിലാണ്. അപ്പോൾ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ സെക്കൻഡ് ലെയർ ശരിയായി സോൾവ് ആയിട്ടുണ്ട്. ഇനി തേർഡ് ലെയർ. അങ്ങനെ നമ്മൾ തേർഡ് ലെയർ സോൾവ് ചെയ്യാൻ പോവുകയാണ്. തേർഡ് ലെയർ സോൾവ് ചെയ്യാൻ യെല്ലോ ആണ് വരേണ്ടത്. യെല്ലോ ഇവിടെ ഉണ്ട്. ഇനി നാല് ഇവിടെ എഡ്ജ് പീസിൽ 4 യെല്ലോ വരുത്തണം. അങ്ങനെ വരുത്താനൊരു ട്രിക്ക് ഉണ്ട്. ഇപ്പോൾ ഇത് യെല്ലോ അല്ലേ, ഈ മൂവ്മെൻറ്റ് ചെയ്യുക. ആദ്യം ഈ ഭാഗം ഇങ്ങോട്ട് തിരിക്കുക. ഇപ്പം ഇവിടുത്തെ വൈറ്റ് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഈ ഭാഗമല്ലേ ഇപ്പോൾ റൈറ്റ്. അപ്പോൾ ഈ ഭാഗത്ത് നോക്കുക റൈറ്റ്. അപ്പോൾ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക.
എന്നിട്ട് ഇത് പൊന്തിച്ചില്ലേ ആ ഭാഗം താഴോട്ടാക്കുക. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഷേപ്പ് കിട്ടി. നമ്മൾ ഈ ഭാഗം ഒന്ന് നോക്കണ്ട, അതിങ്ങനെ ഷേപ്പ് കിട്ടി. ഈ ഷേപ്പ് തന്നെ 9 o'clockൻ്റെ ആകൃതി പിടിക്കേണ്ട. ഇത് 9, ഇവിടെ 9, ഇവിടെ 12. 9 o'clockൻ്റെ ആകൃതി പിടിക്കുക. നമ്മൾ നേരക്ക് പിടിക്കുക. ഇനി അതേ മൂവ്മെൻറ്റ് ചെയ്യാം. ഇത് മേലക്കാക്കുക, റൈറ്റിൽ വൈറ്റ്, അപ്പോൾ വൈറ്റ് മൂവ്മെൻറ്റ്. എന്നിട്ട് ഇത് പഴയ പോലെ ആക്കുക ഇങ്ങനെ. ഇപ്പം അതൊരു ഇത് വന്നു. ഇനി ഒന്നുപാടി അതേമാതിരി ചെയ്താൽ ഇങ്ങനെ ക്രോക്സ് വരും. കാണിച്ചു തരാം. ഇത് പൊന്തിച്ചു, ഈ റൈറ്റിലാണ് വൈറ്റ് ചേർത്ത് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്തു. ഇത് പഴയ പോലെയാക്കി. ഇപ്പം ഉണ്ടാ 4 ഇത് വന്നു, അല്ല ക്രോസ് വന്നു. ഇനി നമ്മൾ ഒരു യെല്ലോ എടുക്കാതെ ഇവിടെ ഗ്രീനാണ്, ഗ്രീനും മാച്ചാക്കുക. ഗ്രീനും മാച്ചാക്കി. അപ്പം ഉണ്ടാ ഗ്രീനും മാച്ചാക്കി. ഇപ്പോൾ ഇവിടെയൊക്കെ മാച്ചാക്കണതാ. ഓറഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ പച്ചൻ്റെ അടുത്ത് ഈ നമ്മൾ 3rd ലെയറിൽ ഒരു 2 ഇത് പഠിക്കുന്നതാണ്. അതിൽ ഒന്നാണ് പച്ചയും മാച്ചാക്കി ഇഷ്ടമുള്ള കളറാക്കുക. ഇനി ഇതാ ഈ മൂവ്മെൻറ്റ് ആദ്യം മേലോട്ട് പൊന്തിക്കുക, പിന്നെ മേലത്തെ ഭാഗം ഇങ്ങോട്ട് ആക്കുക, പിന്നെ ഇത് അടിയിലേക്ക് ആക്കുക, പിന്നെ ഇത് അങ്ങോട്ട് തന്നെ ആക്കുക, പിന്നെ ഇത് പൊന്തിക്കുക ഈ അടിയത്തെ ഭാഗം, പിന്നെ ഇത് 2 വട്ടാക്കുക, എന്നിട്ട് ഇത് പഴയ പോലെ ആക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 2-3 വട്ടം ഇങ്ങനെ ചെയ്താൽ ഇത് 4 ഒരേ കളറാവട്ടോ. എൻ്റെ ആദ്യത്തെ വട്ടം അങ്ങനെ വന്നില്ല, രണ്ടാമത്തെ വട്ടം വന്നില്ല. ഇതാ മൂന്നാമത്തെ വട്ടം വന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറെ കളറിൽ ചെയ്ത് നോക്കാത്ത നീല എടുത്തിട്ടുണ്ട്. നീലി മാച്ചാക്കി. ഒരു വട്ടപാടി ചെയ്ത് നോക്കാം. വരുന്നേരെ ചെയ്ത് നോക്കണതാ. 4 കൊടുത്തതാ, നീലയിലെടുത്തപ്പോൾ ഇതാ 4 കൊടുത്തതാ മാച്ചായി. ഇത് നമ്മൾ പഠിക്കണതാ. ഇത് മുകളോട്ടാക്കുക, മുകളത്തെ ഭാഗം അയക്കണ്. ഇനി നമുക്ക് ഈ കോണേഴ്സ്ക്ക് വന്നാൽ മതി. ഇനി കോണേഴ്സ് വരാതാ ഇത് കണ്ട നീല ഇവിടെ ഉണ്ട്, ഓറഞ്ച് തവിടെ, മഞ്ഞ തവിടെ. ഈ ക്യൂബ് തിരിഞ്ഞ് വന്നാൽ ഇത് ശരിയാവും. പക്ഷേ ഇവിടെ ഒന്നും തിരിഞ്ഞ് വന്നാൽ ശരിയാവില്ല. അപ്പോൾ ഇതെങ്ങനെ നോക്കാം? നീല, ഓറഞ്ച്, മഞ്ഞ. വേറെ കണ്ട പച്ച ഇതിലില്ല. ഇതിലില്ല പച്ച ഈ 3 അതുകൊണ്ട് ഇത് പറ്റൂല, ഇതും പറ്റൂല. ഇത് പറ്റുമോ? അപ്പോൾ ഇത് നമ്മളിങ്ങനെ നേർക്ക് പിടിക്കുക. എന്നിട്ട് ഈ മുകളിലത്തെ ഭാഗം ഇങ്ങോട്ട് വെക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടാക്കുക. എന്നിട്ട് ഈ ഭാഗം പൊന്തിക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടിരിക്കുക. എന്നിട്ട് ഈ ഭാഗം പൊന്തിക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടിരിക്കുക. എന്നിട്ട് ഈ ഭാഗം അടിയിക്കാക്കുക. ഈ ഭാഗവും ഇങ്ങോട്ടാക്കുക. ഈ ഭാഗവും താഴത്തേക്ക് ആക്കിയാൽ 4 കൊടുത്തു. സെയിം വട്ടം നീല, ഓറഞ്ച്, മഞ്ഞ, പച്ച, ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ്, പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, മഞ്ഞ. ഇനി ഇത് തിരിഞ്ഞ് വന്നാൽ മതി. ഇനി ഈ മഞ്ഞയെ നമ്മൾ താഴോട്ടാക്കുക, താഴോട്ട് വെക്കുക. ഇതിപ്പോൾ വൈറ്റ് മുകളിൽ. ഇനി ചിലപ്പോൾ കട്ട തിരിഞ്ഞ് വരാം. അങ്ങനെ 4 ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് 4 നമ്മൾ ചെയ്യാതെ റൈറ്റ് പിടിക്കുക, റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇവിടേക്ക് വരുന്നവരെ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇവിടേക്ക് വന്നു. ഇനി നമ്മളിപ്പോൾ ഈ ഭാഗത്തല്ലേ ചെയ്തത്, അപ്പോൾ ഇവിടെ വന്നിക്കണ്. അപ്പം അടുത്ത കളർ എടുക്കുക, വരാത്തത് എന്നിട്ട് ആ ഭാഗത്ത് തന്നെ ചെയ്യാം. വരുന്നേരെ ചെയ്തു. ഇനി അടുത്ത കളർ എടുക്കുക, ആ ഭാഗത്ത് തന്നെ ചെയ്യാം. റൈറ്റ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗം എടുക്കാം, തിരിക്കുക, താഴ്ത്ത് വരുന്നേരെ ചെയ്യാം. അങ്ങനെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇനി ഇത് പച്ചയാക്കിയ ക്യൂബ് 3x3 ക്യൂബ് അങ്ങനെ സോൾവ് ആയിട്ടുണ്ട്.